ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ആലപ്പുഴ ജിംഖാന എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ ജോജോയും അവന്റെ ഫ്രണ്ട്സും ചേർന്നിരുന്ന ഒരു കള്ള് ഷാപ്പിലിരുന്ന് കള്ള് കുടിക്കുന്നതാണ്. +2 റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഫെയിൽ ആവുകയാണെങ്കിലും പാസ് ആവുകയാണെങ്കിലും നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇവരൊക്കെ ജോജോയുടെ ഫ്രണ്ട്സ് ആണ്. DJ എന്ന് വിളിക്കുന്ന ഡേവിഡ് ജോൺ, ഷാന എന്ന് വിളിക്കുന്ന ഷാനവാസ്, പിന്നെ ഇവർ രണ്ടുപേരുടെയും പേര് ഷിയാസ് എന്നാണ്. അതിൽ ഹൈറ്റ് കൂടിയ ഇവനെ വലുതെന്നും ഹൈറ്റ് കുറഞ്ഞ ഇവനെ ചെറുതെന്നും വിളിക്കും. അങ്ങനെ റിസൾട്ട് നോക്കാൻ നേരത്ത് ഷാനവാസ് ഒഴികെ ബാക്കി എല്ലാവരും ഫെയിലായി. താൻ പാസ്സായ സ്ഥിതിക്ക് ഇരുന്ന് കള്ളു കുടിക്കാൻ നിൽക്കുന്നില്ല, വീട്ടിൽ പോയി വീട്ടുകാരോട് കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ നിന്ന് മുങ്ങി. തോറ്റ വിഷമത്തില് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. ജോജോ ആകട്ടെ മമ്മിയുടെ കാര്യങ്ങൾ പറയുന്നു. തോറ്റ സ്ഥിതിക്ക് ഇനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നായിരുന്നു അവന്റെ മമ്മിയുടെ ചിന്ത. താൻ സപ്ലൈ ഒക്കെ എഴുതിയെടുത്തോളാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. പിറ്റേന്നാകട്ടെ ഷാനവാസിന്റെ കൂടെ അവൻ ബോട്ടിൽ പോകാൻ നേരത്ത് അവൻ കുറച്ചു നാളായിട്ട് നോട്ടം വിട്ട് വെച്ചിരിക്കുന്ന അനുഭവം എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണുന്നു. സ്ഥിരമായിട്ട് ഇവരിങ്ങനെ ബോട്ടിൽ വെച്ച് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോജോ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബോട്ടിൽ നിന്ന് ഇറങ്ങിയ ഇവൻ നേരെ പോകുന്നത് അവന്റെ അടുത്ത കൂട്ടുകാരിയായ ഷെറിനെ കാണാനാണ്. ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഇവൻ തോറ്റ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അവന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന അവന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഷെറിൻ. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സ്ത്രീയാകട്ടെ ലോട്ടറി വിൽക്കാൻ അവരുടെ അടുത്തേക്ക് വരുന്നു. 75 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാനം എന്നൊക്കെ പറയുമ്പോൾ അവനാകട്ടെ അവരോട് പറയുന്നുണ്ട്, ഇതിലും വിലപ്പെട്ടൊരു വ്യക്തിയാണ് എന്റെ അടുത്തിരിക്കുന്ന ഇവളെന്ന്. അവ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഷെറിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ ഇവനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. പിന്നീട് ഇവർ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ഒരിടത്തിരിക്കാൻ നേരത്ത് ആൽബി എന്ന് പറയുന്ന ഒരു പയ്യനാകട്ടെ നമ്മുടെ വലിയ ഷിയാസിനെ വന്ന് വിളിക്കുന്നുണ്ട്. ആൽബി സ്നേഹിക്കുന്ന പെൺകുട്ടിയായ മരിയയുടെ പുറകെ നമ്മുടെ വലിയ ഷിയാസ് നടക്കുന്നതായിരുന്നു ആൽബിയുടെ പ്രശ്നം. അവൻ ഷിയാസിനെ വിളിച്ച് വരട്ടിയത് കാരണം ഇവന്മാരെല്ലാം കൂടി ആൽബിയുടെ അടുത്ത് ചോദിക്കാൻ ചെല്ലുന്നു. DJ പറയുന്നുണ്ട്, ഞാൻ ഇവനെ ഇപ്പൊ അടിക്കുമെന്ന്. അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നതും ആൽബി ആകട്ടെ ഒറ്റ പഞ്ചിന് അവനെ ഇടിച്ച് താഴെയിട്ടു. ആൽബി ഒരു ബോക്സർ ആണെന്ന് അപ്പോഴാണ് ഇവർ അറിയുന്നത് തന്നെ. അവന്റെ ഒരു ഒറ്റ ഇടി കണ്ടിട്ട് ജോജോ ഞെട്ടി. എന്താണ് ബോക്സിംഗ് എന്നും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നും അവന് തോന്നുന്നു. അവൻ വീട്ടിലെത്തിയിട്ട് അതിന്റെ വീഡിയോസ് എല്ലാം തന്നെ കാണുന്നുണ്ട്. അവൻ അന്ന് രാത്രി തന്നെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മൾ എക്സാം പാസ്സാകാനും കോളേജിൽ അഡ്മിഷൻ കിട്ടാനും എന്റെ കയ്യിലൊരു നല്ല ഐഡിയ ഉണ്ടെന്ന്. അങ്ങനെ ഇവർ പിറ്റേന്ന് എല്ലാവരും ഒരിടത്ത് വെച്ച് കാണുന്നു. നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് എക്സാമും പാസ്സാവാം, ഏതെങ്കിലും കോളേജിൽ അഡ്മിഷനും കിട്ടും. ആർട്സിൽ നമ്മൾ എല്ലാവരും വീക്കാണ്, അതുകൊണ്ട് ഇത്തവണ നമുക്ക് സ്പോർട്സിലൊന്ന് ഇറങ്ങി നോക്കാം. സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഫുട്ബോളും മറ്റോ ആണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അതിനൊക്കെ ഒരുപാട് ആള് വേണം, നമുക്ക് ബോക്സിംഗ് പഠിക്കാമെന്ന്. ആദ്യം ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ഇവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. അതാവുമ്പോൾ നമുക്ക് ഇവിടെ എവിടെ നിന്നെങ്കിലും പഠിച്ചെടുക്കുകയും ചെയ്യാം, മത്സരത്തിൽ പങ്കെടുത്ത് ഗ്രേസ് മാർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. അതിനു പറ്റിയ സ്ഥലം ഏതാന്ന് ജോജോ ചോദിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട്, ആലപ്പുഴ ജിംഖാനെ പോകാമെന്ന്. അവിടെ ബോക്സിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ബോക്സിംഗ് പഠിക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ട് ഷംസു നാളെ കാണുന്നുണ്ട്. ഷംസു സലീം എന്ന് പറയുന്ന ഇവരുടെ കോച്ചിനെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇയാളെ നിങ്ങളെ ബോക്സിംഗ് പഠിപ്പിക്കുമെന്ന്. എന്നാൽ അയാളാകട്ടെ ആദ്യം അവന്മാരോട് പറയുന്നത് ഇതിന് ചുറ്റും 50 റൗണ്ട് ഓടിയിട്ട് വരാനാണ്. അത് കേട്ടതും ജോജോയും കൂട്ടരും ആദ്യം ഒന്ന് തളർന്നു. എന്നാലും ബോക്സിംഗ് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇവർ 50 റൗണ്ട് ഓടി തീർത്തു. സലീം അവരോട് പറയുന്നുണ്ട്, നാളെ നിങ്ങൾ സ്പോർട്സ് വെയർ ഇട്ടിട്ട് വരാൻ. അങ്ങനെ പിറ്റേന്ന് ഇവരെ കൊണ്ട് 50 റൗണ്ട് ഓടിക്കുന്നു. അതിനുശേഷം ബോക്സിംഗ് ക്ലാസ് തുടങ്ങിയിരുന്നു. ആദ്യത്തെ പഞ്ചിന് വേണ്ടിയിട്ട് ഇയാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ DJ പറയുന്നുണ്ട്, എനിക്ക് ബോക്സിംഗ് പഠിക്കണ്ട, എനിക്ക് റെസ്ലിംഗ് പഠിച്ചാൽ മതിയെന്ന്. എന്നാ പിന്നെ നീ അതിന് പൊക്കോന്ന് പറഞ്ഞിട്ട് സലീം അവനെ റെസ്ലിംഗ് പഠിക്കാൻ പറഞ്ഞു വിടുന്നു. അവൻ തൊട്ടപ്പുറത്ത് പോയി നിന്ന് റെസ്ലിംഗ് പഠിക്കുകയാണ്. ഇവരാകട്ടെ ഏകദേശം ഒരാഴ്ചയായിട്ട് ഈ ഒരു ഒറ്റ പഞ്ച് മാത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ വേറൊന്നും പഠിപ്പിക്കാത്തതെന്ന് ജോജോ ചോദിക്കുന്നു. നേരത്തെ വന്ന സ്റ്റുഡൻസ് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു മാസമായിട്ട് ഇത് തന്നെ പഠിക്കുന്നതെന്ന്. ജോജോയുടെ അമ്മയാകട്ടെ ഇവനിങ്ങനെ ബോക്സിംഗ് പഠിക്കാൻ പോകുന്നതെല്ലാം കേട്ടിട്ട്, നിനക്ക് വേറൊരു പണിയില്ലേ, എന്തിനാ വല്ലവരുടെയും കയ്യിൽ നിന്ന് ഇടിയൊക്കെ കൊള്ളാൻ നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അവനാകട്ടെ തനിക്കിനി പ്രോട്ടീൻ വേണം, ഇതൊന്നും പോരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെനു തന്നെ അമ്മയുടെ കൊടുക്കുന്നു. ബോക്സിംഗ് പഠിക്കാൻ പോയ ശേഷം അവനാകട്ടെ കൂടുതൽ നമ്മുടെ അനുപമയെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. താൻ ഭയങ്കര ബോക്സറായി എന്നും ഇപ്പൊ ആരെ വേണമെങ്കിലും ഇടിച്ചിടാന്നൊക്കെ അവളോട് വലിയ വീമ്പ് പറയുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇവരെല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ അവിടേക്ക് വരുന്നു. സലീം അവരോട് പറയുന്നുണ്ട്, ഇവനെ നിങ്ങൾക്കറിയാമോ, ഇവന്റെ പേര് ആന്റണി ജോഷു എന്നാണ്. ഇതേ ജിംഖാനയിൽ നിന്നൊക്കെ ട്രെയിൻ ചെയ്തിട്ട് പോയതാണ്. ഇപ്പോൾ നാഷണൽ ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മുതൽ ആന്റണി ആയിരിക്കും നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നതെന്ന് സലീം അവരോട് പറയുന്നു. ആന്റണി എല്ലാവരും പരിചയപ്പെട്ടിട്ട് അവർ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരെ എല്ലാവരെയും ബോക്സിംഗ് ഗ്ലൗസ് കാണിക്കാൻ കൊണ്ടുപോകുന്നു. ആദ്യം ഗ്ലൗസ് ഇടാൻ ജോജോട് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന പഞ്ചിങ് ബാഗിൽ പഞ്ച് ചെയ്യാൻ പറയുന്നു. എന്നാൽ അവന്റെ പഞ്ചിന് ഒട്ടും പവർ ഇല്ലായിരുന്നു. ഇങ്ങനെ ചെയ്താൽ പോരാന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് പലതവണ പഞ്ച് ചെയ്യിക്കുന്നു. എത്ര ചെയ്തിട്ട് ശരിയാവാത്ത കാരണം അവന് കുറച്ച് മൂവ്മെന്റ്സും കറക്റ്റ് പൊസിഷനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഫുൾ പവറും കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ പഞ്ച് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ആന്റണി പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് അവൻ പഞ്ച് ചെയ്തതും ആ ഒറ്റ പഞ്ചിൽ ആ പഞ്ചിങ് ബാഗ് പൊട്ടി താഴേക്ക് വീഴുന്നു. അതോടുകൂടി നമ്മുടെ ജോജോയുടെ കോൺഫിഡൻസ് കൂടി. അങ്ങനെ പിന്നീട് ആന്റണി ഇവരെ പരിശീലിപ്പിച്ച് കുറച്ചുനാൾ കഴിയുമ്പോൾ ജില്ലാതല മത്സരങ്ങൾ ആരംഭിക്കുന്നു. ഇവരുടെ ജിംഖാനയിൽ വെച്ച് തന്നെയായിരുന്നു ജില്ലാതല മത്സരം. തങ്ങളുടെ ജിംഖാനയിലെ പലരെയും മറ്റു പ്ലേയേഴ്സ് ഒറ്റയടിക്ക് താഴെ വീഴ്ത്തുന്ന കണ്ടിട്ട് നമ്മുടെ ജോജോ പേടിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് മത്സരത്തിൽ പങ്കെടുക്കാൻ അവിടേക്ക് നടാഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഗ്യാങ്ങും എത്തുന്നു. ആലപ്പുഴ ജില്ലയിലെ തന്നെ പല ഭാഗത്തു നിന്നും
ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും ജോജോ അവളെയും വിളയ്ക്കാൻ വേണ്ടിയിട്ട് അവളോട് പോയി സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവന്റെ മത്സരം കാണാൻ വേണ്ടിയിട്ട് ഷെറിനും വന്നിട്ടുണ്ടായിരുന്നു, അനുപമയും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോജോ മത്സരിക്കുന്നതാകട്ടെ നമ്മുടെ ഷാനവാസിന്റെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും വലിയ രീതിയിൽ ബോക്സിംഗ് അറിയാത്തതുകൊണ്ട് ജോജോ തന്നെ ജയിക്കുന്നു. നതാഷയുടെ മാച്ച് കണ്ടിട്ട് ജോജോ പോലും ഞെട്ടി. അവൾ നല്ല പോലെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് മറ്റൊരിടത്തു നിന്നും വന്ന ദീപക് എന്ന് പറയുന്ന ഒരു പയ്യനാകട്ടെ ഇവരുടെ ജിംഖാനയിലെ ഷിബു എന്ന് പറയുന്ന ഒരാളെ ഇടിച്ചു വീഴ്ത്തുന്നുണ്ട്. ദീപകിന്റെ പഞ്ചൊക്കെ കണ്ടിട്ട് ജോജോ തന്നെ ഇംപ്രസ് ആയി. ഇവൻ ആരാന്നൊക്കെ അവിടെ അന്വേഷിക്കുന്നു. മാച്ച് കഴിഞ്ഞിട്ട് ജോജോ നേരെ വീട്ടിലെത്തി പറയുന്നുണ്ട് ജില്ലയിൽ താൻ വിജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാൻ പോവുകയാണ്. അതിന് കുറച്ച് കാശൊക്കെ ഇറങ്ങും, നല്ല പ്രോട്ടീൻ ഒക്കെ കഴിക്കുകയും വേണം. ഇപ്പോഴും ഇവന്റെ മമ്മിക്ക് ഇവന്റെ ഈ ബോക്സിംഗിലൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ നേരത്ത് സപ്ലൈ എഴുതി വല്ല കോളേജിലും കയറാനായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അനുപമ അവനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മാച്ച് ജയിച്ചതിൽ പാർട്ടി ഒന്നുമില്ലേ എന്ന്. അങ്ങനെ ഇവർ ഡിജെയുടെ വീട്ടിൽ വെച്ചിട്ട് പാർട്ടി നടത്താൻ തീരുമാനിക്കുന്നു. അനുപമയും അവളുടെ ഫ്രണ്ട് കെസിയും എല്ലാം വരുന്നുണ്ടായിരുന്നു. നമ്മുടെ വലിയ ഷിഫാസ് ആകട്ടെ നേരത്തെ അവനുമായിട്ട് വഴക്കുണ്ടാക്കിയ ആൽബി ഇല്ലേ, ആൽബിയുടെ ഗേൾ ഫ്രണ്ട് മരിയെ ഈ പാർട്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവര് തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കുറച്ചു നേരം പാർട്ടിയൊക്കെ നടത്തി ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ജോജോ ആകട്ടെ അനുപമയോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ വീടൊക്കെ കാണിക്കാൻ നമുക്ക് മുകളിലേക്ക് പോകാമെന്ന്. അവളെയും കൊണ്ട് മുകളിലെ റൂമിലേക്ക് പോയിട്ട് അവളെ ഒന്ന് കിസ് ചെയ്യാനായിരുന്നു അവൻ തീരുമാനിച്ചിരുന്നത്. അവൻ വാതിലൊക്കെ അടയ്ക്കുന്ന കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി ഇവൻ കിസ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. അവൾ പറയുന്നുണ്ട് നീ എന്ത് തരം കിസ്സാ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന്. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവളാകട്ടെ ഒരു കിസിന്റെ ലിസ്റ്റ് തന്നെ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിലേതാണെന്ന് ചോദിക്കുന്നു. ആ ലിസ്റ്റ് കേട്ടതും അവൻ ആകെ വണ്ടറടിച്ച് നിൽക്കുകയായിരുന്നു. അവനെ സംബന്ധിച്ച് നോർമലായിട്ട് റൂമ് കൊടുക്കാനാണ് അവൻ അവളെ വിളിച്ചുകൊണ്ട് വന്നത്. അവളുടെ ഈ ലിസ്റ്റ് എല്ലാം കേട്ടിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. അതോടെ അവളും ആകെ വല്ലാതെയായി. അവനിലുള്ള അവളുടെ ഇൻട്രസ്റ്റ് തന്നെ പോയി. വീട്ടിൽ നിന്ന് വിളിക്കുന്നു ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് ഇറങ്ങി. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞതും അവൾ അവന് മെസ്സേജ് ഇടുന്നുണ്ട് നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. എന്തു പറ്റിയെന്ന് ചോദിച്ചിട്ട് അവൻ കോള് ചെയ്യുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് നല്ല പോലെ കിസ് ചെയ്യാൻ അറിയുന്ന ഒരു ബോയ് ഫ്രണ്ടിനെയാണ് വേണ്ടത്, അല്ലാതെ നിന്നെ എനിക്ക് വേണ്ടാന്ന്. അതോടെ അവരുടെ കാര്യത്തിലൊരു തീരുമാനമായി. ആ സംഭവത്തിന് ശേഷം ജോജോ കുറച്ച് ഡൗൺ ആയിരുന്നു. അവൻ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ആന്റണി അവനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന്. ജില്ലാതലം പോലെ ആയിരിക്കില്ല സ്റ്റേറ്റ് ലെവൽ എന്ന്. ആരാണെങ്കിലും റിംഗിൽ കയറുമ്പോൾ ഇടിച്ചാൽ പോരെ എന്നാണ് അവൻ പറയുന്നത്. എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് ഇടിക്കാൻ നോക്ക്, ഒരൊറ്റ പഞ്ചിന്റെ മുഖത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന് പറയുന്നു. എന്നാൽ അവർ രണ്ടുപേരും വിചാരിച്ചിട്ടും അത് നടന്നില്ല. ആന്റണി ഇവരെ രണ്ടുപേരെ ഇടിച്ച് താഴെയിടുകയും ചെയ്യുന്നു. ജോജോ പിറ്റേന്ന് ഷെറിനെ കാണുമ്പോൾ ആകെ സങ്കടത്തോടെ പറയുന്നുണ്ട് എനിക്ക് മര്യാദയ്ക്ക് ബോക്സിംഗും ചെയ്യാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് കിസ്സും ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. നീ അതിനിപ്പോ ആരെ കിസ് ചെയ്തെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അതല്ല ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്. നിനക്ക് എങ്ങനത്തെ കിസ്സാ ഏറ്റവും ഇഷ്ടമെന്ന് അവൻ അവളോട് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് കിസ്സിന് അങ്ങനെ പല തരമൊക്കെ ഉണ്ടോ, കിസ് ഒരു ടൈപ്പ് അല്ലേ ഉള്ളൂ, കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് സ്വീറ്റ്. അങ്ങനാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അതേന്ന് അവള് പറയുന്നു. എന്നിട്ട് അവളാകട്ടെ അവന്റെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ദേ ഇത്രേ ഉള്ളൂ എന്ന് പറയുന്നു. ഇനി നീ എന്നെ ഒന്ന് കിസ് ചെയ്യുന്നു പറഞ്ഞിട്ട് അവള് കവള് കാണിക്കുമ്പോൾ അവൻ ഒരു ഉമ്മ കൊടുക്കുന്നു. ഇത്രേ ഉള്ളൂ, അതിനെന്തിന് ഇത്ര ടെൻഷൻ അടിക്കുന്നതെന്ന് അവനോട് ചോദിക്കുകയാണ്. അവൻ അപ്പോഴാണ് ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നത്. പിറ്റേന്നവരുടെ ജിംഖാനയിലേക്ക് നേരത്തെ ജില്ലാതലത്തിൽ മത്സരിക്കാൻ വന്ന ദീപക് വരുന്നുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവൻ കോച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ജിംഖാനയിലേക്ക് ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇത്രയും നാളും ട്രെയിൻ ചെയ്തത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്കങ്ങനെ കോച്ചൊന്നുമില്ല, ഞാൻ യൂട്യൂബ് ഒക്കെ കണ്ടിട്ട് പഠിച്ചതാണെന്ന്. അങ്ങനെ എന്തായാലും ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ദീപക്കും ഇവരുടെ ടീമിലേക്ക് വരുന്നു. പിന്നീട് രണ്ടുപേരും കൂടെ ആ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരാളുടെ പേര് കിരൺ എന്നും രണ്ടാമത്തെ ആളുടെ പേര് ക്രിസ്റ്റഫർ എന്നുമാണ്. അങ്ങനെ ഇവരെല്ലാവരോടും സലീം പറയുന്നുണ്ട് ഇത്തവണ നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് ഈ ജിംഖാനയ്ക്ക് വേണ്ടിയിട്ടല്ല ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. ഓരോരുത്തരും ഓരോ വെയിറ്റ് കാറ്റഗറിയിലായിരുന്നു മത്സരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സെപ്പറേറ്റ് ഡയറ്റ് പ്ലാനും എക്സസൈസും ഒക്കെ ആന്റണി പറഞ്ഞു കൊടുക്കുന്നു. അതെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് പ്രാക്ടീസ് നടക്കുകയാണ്. ഇവൻ ഈ ബോക്സിംഗ് ഭ്രാന്ത് വിടാത്ത കാരണം ജോജോന്റെ അമ്മ അവനെ നിരന്തരം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ അച്ഛൻ മാത്രം അവനെ മോട്ടിവേറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിക്കെത്തി. അവിടെ എത്തി ഇവരാകട്ടെ അവിടെ നിന്നും ചായയും പപ്സും എല്ലാം തന്നെ വാങ്ങിച്ചു കഴിക്കുകയാണ്. ഗെയിമിൽ ആരും അത്ര സീരിയസ് ആയിരുന്നില്ല. എന്നാൽ ഓരോരുത്തരുടെയും വെയിറ്റ് ചെക്ക് ചെയ്യാൻ വിളിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പണി ജോജോയ്ക്ക് കിട്ടുന്നത്. അവൻ ജില്ലയിൽ 60 കിലോ കാറ്റഗറിയിലായിരുന്നു മത്സരിച്ചു കൊണ്ടിരുന്നത്. ഡയറ്റ് ഒന്നും മര്യാദയ്ക്ക് ശ്രദ്ധിക്കാതെ ഇപ്പോൾ ഒരുപാട് ചായയും പപ്സും ഒക്കെ കഴിച്ചിട്ട് അവന്റെ വെയിറ്റ് നല്ല പോലെ കൂടിയിട്ടുണ്ടായിരുന്നു. 65 കിലോയായി. അതുകൊണ്ട് അവൻ ആ കാറ്റഗറിയിൽ മത്സരിക്കേണ്ടതായിട്ട് വരുന്നു. ഇതാ ഞാൻ മര്യാദയ്ക്ക് ഡയറ്റ് നോക്കാൻ പറഞ്ഞതെന്ന് ആന്റണി അവനോട് പറയുന്നു. അപ്പൊ അവനൊരു സീരിയസ്നെസ്സും ഇല്ലായിരുന്നു. ഇപ്പൊ അവനാകട്ടെ 65 കിലോ കാറ്റഗറിയിൽ മത്സരിക്കണം. അവന്റെ ഒപ്പോണൻസ് എല്ലാം തന്നെ നല്ല ആരോഗ്യമുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും അവിടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിന്റെ ഇടയ്ക്ക് വീണ്ടും നടാശയും ഗ്യാങ്ങിനെ ഇവൻ കാണുന്നുണ്ട്. അവൻ വീണ്ടും അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കപ്പടിക്കണമെന്നും ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിലൊരു പെൺകുട്ടി പറയുന്നുണ്ട് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ മര്യാദയ്ക്ക് മാച്ച് ജയിച്ചാൽ മതിയെന്ന്. ഇവന്മാർക്ക് മര്യാദയ്ക്ക് ബോക്സിംഗ് ഒന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ അവര് കളിയാക്കി ഇവനെ വിടുന്നുണ്ട്. പിന്നീട് ഇവർ ഓരോരുത്തരും തങ്ങളുടെ ഒപ്പോണൻസ് ആരൊക്കെയാണെന്ന് അറിയുകയും അതിനുശേഷം അവരെ എല്ലാവരും കാണാൻ പോവുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾ മത്സരിക്കാൻ പോകുന്ന ആൾക്കാരെ എല്ലാം കണ്ടിട്ട് എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം അവരെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവരുടെ പഞ്ചെല്ലാം കാണാൻ അത്രയ്ക്ക് പെർഫെക്റ്റുമായിരുന്നു. ഇവർക്കാർക്കും അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക്
ആന്റണി ആകട്ടെ റോയ് എന്ന് പറയുന്ന ഒരു കോച്ചിനെ കാണുന്നുണ്ട്. നേരത്തെ ഇവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആന്റണിയെ നാഷണൽ ലെവൽ ടീമിൽ നിന്ന് കുറച്ചു നാളത്തേക്ക് ബാൻ ചെയ്തിരിക്കുകയാണ്. ആന്റണിക്ക് അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആരെയോ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഇവർ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. ആങ്കർ ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിന്നെ നാഷണൽ ടീമിൽ കളിപ്പിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുമെന്നൊക്കെ ഈ റോയ് പറയുന്നുണ്ട്. ഇവിടെ എന്താ പ്രശ്നമെന്ന് ജോജോയ്ക്കും കൂട്ടർക്കും മനസ്സിലായില്ല. റോയുടെ സ്റ്റുഡൻസ് ആണ് നമ്മുടെ ജോജോയുടെയും സംഘത്തോട് ഒപ്പം മത്സരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആന്റണിക്കും വാശിയായി എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന്. അതിന്റെ കൂടെ അവിടെ വെച്ച് ആൽബിയും സംഘത്തിനെയും കാണുന്നു. വലിയ ഷിഫാസിനെയും ദീപകിനെയും എല്ലാം തന്നെ ഈ സംഘം ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എല്ലാത്തിനും റിങ്ങിലിട്ട് ഇടിക്കുമെന്ന് പറഞ്ഞിട്ട് മത്സരങ്ങൾ തുടങ്ങാറായി. ഓരോ ജില്ലക്കാരും ഗ്രാൻഡ് എൻട്രി ആയിരുന്നു വെച്ചിരുന്നത്. നമുക്കും അതുപോലെ എൻട്രി വേണമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഗ്രാൻഡ് എൻട്രി തന്നെ നടത്തുകയാണ്. ആപ്പോ യൂറോയൊക്കെ വിളിച്ച് ആലപ്പുഴ വള്ളംകളി സ്റ്റൈലിലായിരുന്നു അവരുടെ എൻട്രി. എന്നാൽ എൻട്രി മാത്രമേ ഗംഭീരമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ മാച്ചിൽ ക്രിസ്റ്റഫർ നല്ല ഇടി വാങ്ങിക്കുന്നുണ്ട്. ഇടി കൊണ്ട് വൊമിറ്റ് ചെയ്തവൻ ബോധം കെട്ട് വീഴുകയാണ്. എല്ലാവരും ചേർന്ന് അവനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി. ബോധം വീണപ്പോ എന്തൊക്കെയാ സംഭവിച്ചെന്ന് പോലും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. അവന്റെ മാച്ച് കഴിഞ്ഞോ, കൂടെ നിൽക്കുന്ന ആരൊക്കെയാ, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവന് മനസ്സിലായത്. അത്രയ്ക്ക് നല്ല ഇടിയായിരുന്നു അവന് കിട്ടിയത്. അവിടെ നടാശയുടെ ഗാംഗിൽ ഒരു പെൺകുട്ടി മത്സരിക്കുന്ന കണ്ടിട്ട് ജോജോ പ്രാർത്ഥിക്കുന്നുണ്ട് അവൾ അങ്ങ് തോറ്റായിരുന്നെങ്കിലെന്ന്. കാരണം അവരുടെ കുറച്ച് അഹങ്കാരം മാറിയനെയല്ലോ. അതുപോലെ തന്നെ ആ പെൺകുട്ടി തോറ്റു. വേണമെങ്കിൽ മെഡിക്കൽ റൂമിലേക്ക് നിങ്ങളും പോയിക്കോ എന്ന് ജോജോ പറയുന്നുണ്ട്. അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് നടാശ പറയുന്നു. ഒരാളല്ലേ തോറ്റിട്ടുള്ളൂ, ഇനിയും ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ. അതിനിടയ്ക്ക് കിരണാകട്ടെ ദീപകിനോട് പറയുന്നുണ്ട്, കഴിഞ്ഞൊരു തവണ ഞാനിതുപോലെ മത്സരിക്കാൻ വന്നപ്പോൾ ഒരുത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല ഇടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനാണ് ആ നിൽക്കുന്നതെന്ന്. അവന്റെ കൂടെ തന്നെയാണ് ഇത്തവണയും മത്സരമെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് കിരണിന് നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത മാച്ചിന് വേണ്ടിയിട്ട് ഇവര് ഗ്രാൻഡ് എൻട്രി ഒക്കെ കൊടുത്തിട്ട് വിടുന്നത് നമ്മുടെ വലിയ ഷിഫാസിനെയാണ്. അവന് റിങ്ങിൽ കയറി കുറച്ചു നേരം കൊണ്ട് തന്നെ നോക്കൌട്ട് ആകുന്നു. ആലപ്പുഴയിൽ നിന്ന് വന്ന നമ്മുടെ പിള്ളേർക്ക് ആർക്കും തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഷിഫാസിനെ എടുത്ത് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയതോടുകൂടി അവിടുത്തെ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ ടീമിൽ ഇനി എത്ര പേര് ബാക്കിയുണ്ടെന്ന്. എന്തായാലും എല്ലാരും ഇങ്ങോട്ടാ വരാൻ പോകുന്നത്. അപ്പൊ അത്രയും ബെഡ് ഇവിടെ ഇടാമല്ലോ. ഡോക്ടർ പോലും ഇവരെ കളിയാക്കുന്ന കണ്ടപ്പോൾ ഇവർക്ക് ദേഷ്യം വരുന്നു. ദേഷ്യം എന്ന ആന്റണി ആകട്ടെ പറയുന്നുണ്ട്, ഇത്രയും നേരം ബാക്കിയുള്ളവരെ കളിയാക്കിയുള്ളൂ, ഇപ്പൊ ഡോക്ടറും കളിയാക്കാൻ തുടങ്ങി. നീയൊക്കെ എന്നെ കൂടിയാണ് നാണം കെടുത്തുന്നത്. ഞാനിവിടെ വന്ന് മത്സരിച്ചപ്പോഴൊക്കെ ഗോൾഡ് മെഡലും കൊണ്ടാ പോയിരിക്കുന്നത്, അല്ലാതെ നിന്നെ പോലെ കിടി വാങ്ങിച്ചിട്ടല്ല പോയത്. ആങ്കർ ഇഷ്യൂസ് ഉള്ള ആന്റണിക്ക് ഡോക്ടറിന്റെ വാക്കുകൾ കാരണമാണ് ഇത്രയും ദേഷ്യം വന്നത്. താൻ അവരെ കളിയാക്കിയത് കൂടിപ്പോയി എന്ന് ഡോക്ടറിനും തോന്നുന്നു. അത് കാരണം ആ ഡോക്ടർ അവരോട് സോറി പറയുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താകട്ടെ ആലപ്പുഴ ഗേൾസ് ടീമിലെ ഒരു പെൺകുട്ടി ജയിച്ചു. എന്നാ പിന്നെ നമുക്ക് പോയി കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൺഗ്രാറ്റ്സ് പറയാൻ നദാശയുടെയും സംഘത്തിന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ ജയിച്ചതിൽ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നദാശ തന്റെ ഗെയിമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ജോജോ അവളോട് പറയുന്നുണ്ട്, ഞാൻ 2 പഞ്ചൊക്കെ പറഞ്ഞു തരാമെന്ന്. എന്നിട്ട് അവളുടെ കൂടെ പഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ അവളുടെ കയ്യിൽ നിന്ന് മൂക്കുരിട്ടൊരെണ്ണം കിട്ടിയതോടുകൂടി അവന് മതിയായി. എന്നാ പിന്നെ ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് അവന് സംഘം അവിടെ നിന്നും മുങ്ങി. അടുത്തതായിട്ട് നമ്മുടെ ഗാങ്ങിൽ നിന്നും മത്സരിക്കാൻ കയറുന്നത് ചെറിയ ഷിഫാസ് ആയിരുന്നു. ആദ്യത്തെ റൗണ്ടിൽ അവൻ നല്ല ഇടി വാങ്ങി. ഓരോ റൗണ്ട് കഴിയും തോറും ഷിഫാസിന്റെ വാശി കൂടി വരികയായിരുന്നു. ആന്റണി ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ട് റിപ്സിന് ഇട്ടടിക്കാൻ. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ ഇടി കിട്ടി. മൂന്നാമത്തെ റൗണ്ട് ആയപ്പോഴത്തേക്കും ഷിഫാസ് ആന്റണി പറഞ്ഞ പോലെ റിപ്സിന് തന്നെ ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരത്തെ ഫൈറ്റിനൊടുവില് അവൻ ഒപ്പോണിനെ നോക്കൌട്ട് ആക്കി. കണ്ടുനിന്ന് എല്ലാവരും ഞെട്ടി. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ ജയിക്കുമെന്ന്. അവന്റെ ജയം നമ്മുടെ ഗാങ്ങിന് വലിയൊരു നേട്ടമായിരുന്നു. നടാശയുടെ ഗാങ്ങിൽ ഒരു പെൺകുട്ടി ശരിക്കും ഇംപ്രസ് ആയി. എല്ലാവരും ഇവന് വന്ന് കൺഗ്രാറ്റ്സ് ഒക്കെ പറയാൻ തുടങ്ങി. അടുത്തതായിട്ട് നമ്മുടെ ജോജോയാണ് ഇറങ്ങാനുള്ളത്. അവൻ ആകെ ടെൻഷനിലായിരുന്നു. എന്നാൽ അവന്റെ ഫ്രണ്ട്സ് എല്ലാം തന്നെ അവനെ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഒരു ഗ്രാൻഡ് എൻട്രി തന്നെ അവന് കൊടുക്കുകയാണ്. പക്ഷെ നമ്മുടെ ജോജോയ്ക്ക് അധിക നേരം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവന് നല്ല ഇടി കിട്ടിയിരുന്നു. ആദ്യത്തെ 2 ഇടിയിൽ തന്നെ അവന്റെ കിളി പോയി. പിന്നെയും കുറച്ചു നേരം കൂടെ പിടിച്ചു നിന്നെങ്കിലും അവസാനം അവൻ തോൽവി സമ്മതിച്ചു. തോറ്റു നാണം കെട്ട് പുറത്തേക്ക് വന്ന് അവനെ കൂട്ടുകാർ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഷംസ് പറയുന്നുണ്ട്, നീ ഒരുമാതിരി ജോക്കറിനെ പോലെയാ കളിച്ചതെന്ന്. നാണം കെട്ട് തിരിച്ച് സ്റ്റെപ്പ് കയറി പോകാൻ തുടങ്ങിയതും നമ്മുടെ നദാശയുടെ മാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുകൂടി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിൽക്കുന്നു. അവളുടെ മൂവ്സും പഞ്ചും എല്ലാം കണ്ടിട്ട് അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു. കുറച്ചുനേരം അതൊക്കെ നോക്കി നിന്ന് അവനും അതുപോലെ മൂവ് ചെയ്യാനും പഞ്ച് ചെയ്യാനും ഒക്കെ പഠിക്കുകയായിരുന്നു. എന്നിട്ട് ഇടയ്ക്ക് വന്ന് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. തന്റെ സ്ലിപ്സും മൂവ്സും എല്ലാം തന്നെ സൂപ്പറാണ്, താനും അടിപൊളിയാണെന്ന്. അവൾ അത് കേട്ടെന്ന് ചിരിക്കുന്നേ ഉള്ളൂ. ആ ഒരു മത്സരത്തിൽ അവൾ ജയിക്കുകയും ചെയ്തു. ഇനി ഇവരുടെ കൂട്ടത്തിൽ മത്സരിക്കാൻ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കിരണും ഒന്ന് ദീപക്കുമാണ്. കിരണാകട്ടെ കഴിഞ്ഞ വർഷം തനിക്ക് കിട്ടിയ ഇടിയാലോചിച്ചിട്ട് റിംഗിലേക്ക് ഇറങ്ങാൻ പേടിച്ചിരിക്കുകയായിരുന്നു. ആന്റണി മാക്സിമം മോട്ടിവേറ്റ് ചെയ്തിട്ടും അവൻ ഇറങ്ങാൻ കൂട്ടാക്കാതെ പേടിച്ചിരിക്കുന്ന കണ്ടിട്ട് ജോജോ പറയുന്നുണ്ട്, ഒരു ലാസ്റ്റ് വഴിയുണ്ട്, നമുക്കതൊന്ന് പ്രയോഗിച്ചു നോക്കാമെന്ന്. അങ്ങനെ എല്ലാവരും ചെന്നവിടെ ഇരിക്കുന്നു. ജോജോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നീ എന്തായാലും റിംഗിൽ ഇറങ്ങാത്തത് തന്നെ നല്ലത്. നമുക്കെല്ലാം നല്ല ഇടി കിട്ടി, നിനക്കും വെറുതെ ഇടി കിട്ടത്തേ ഉള്ളൂ. വെറുതെ എന്തിനാ അവിടെ പോയി നാണം കെടാൻ നിൽക്കുന്നത്? നിന്നെ കൊണ്ട് ഈ ബോക്സിംഗ് ഒന്നും നടക്കുന്ന കാര്യമേ അല്ല. ഇത്തവണ നീ കേറുന്നില്ലെങ്കിൽ വേണ്ട, നമുക്കിനി അടുത്ത തവണ നോക്കാം. ഇങ്ങനെ നാണം കെട്ട് തോക്കാനാണല്ലോ അല്ലെങ്കിലും നമ്മുടെയൊക്കെ വിധി. അതുകൊണ്ട് നീ വെറുതെ തോക്കാൻ വേണ്ടി പോകണ്ട, നിന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ അവനെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവന്റെ ഉള്ളിൽ വാശി കയറാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പിറകോട്ട് പോകുന്നില്ല, ഞാൻ എന്തായാലും മാച്ചിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇതെല്ലാം ഇവരുടെ ഐഡിയ ആയിരുന്നു. അവനെ എങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവൻ എന്തായാലും വാശി കയറി മത്സരിക്കാൻ പോകുമെന്ന് ജോജോയ്ക്ക് അറിയാമായിരുന്നു. ജോജോയുടെ ഐഡിയ എന്തായാലും ഏറ്റു. അങ്ങനെ കിരൺ നല്ല
പോലെ പെർഫോം ചെയ്യാൻ തുടങ്ങി. ആരും തന്നെ നോക്കൌട്ട് ആയില്ല. രണ്ടുപേരും ഓരോ റൗണ്ട് നല്ല പോലെ തന്നെ പെർഫോം ചെയ്യുകയായിരുന്നു. എന്നാൽ അവസാനം പോയിന്റ് വെച്ച് ജയിക്കുന്നതാകട്ടെ ഒപ്പമുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, അവൻ നല്ല പോലെ പെർഫോം ചെയ്തല്ലോ, അവന്റെ പേടിയെല്ലാം വിട്ടിട്ട് അവൻ കളിച്ചല്ലോ, അതായിരുന്നു അവരുടെ എല്ലാം തന്നെ സന്തോഷം. ഇനിയിപ്പോ എല്ലാവരുടെയും പ്രതീക്ഷ ദീപക്കിലേക്കായിരുന്നു. എന്നാൽ ദീപക്കിനോട് കോച്ച് പറയുന്നുണ്ട്, നിന്റെ ഒപ്പോണന്റ് സമീർ എന്ന് പറയുന്ന ഒരു പയ്യനാണ്, അവൻ ഒരു സൗത്ത് പോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ലെഫ്റ്റ് ഹാൻഡിനായിരുന്നു പവർ കൂടുതൽ. അവന്റെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടുള്ള പഞ്ച് കിട്ടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. ദീപകിനെ ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ടെന്ന് ജോജോ പറയുന്നു. ദീപക്കേട്ടനെ കൊണ്ട് എന്തായാലും സാധിക്കും, കാരണം ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും നല്ലോണം ബോക്സിംഗ് ചെയ്യുന്നത് ദീപക്കായിരുന്നു. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ആൽബി ഉൾപ്പെടെ ആ ഗാങ്ങിലെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ജോജോടും കൂട്ടരോടും പറയുന്നുണ്ട്, ദീപകിനോട് നിങ്ങൾ പറ വാക്ക് ഓവർ വാങ്ങിച്ചിട്ട് പൊയ്ക്കൊള്ളാൻ, അതായത് മത്സരിക്കാതെ അവിടെ നിന്നും പോകാൻ. എന്നാൽ ദീപക് ആ സമയത്ത് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജോജോ ഇവരെ വെല്ലുവിളിക്കുന്നു, ദീപക്കേട്ടൻ ഈ ഒരു മത്സരത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞിട്ട്. മത്സരത്തിന് കയറുന്നതിന് മുമ്പ് ദീപകിനോട് ഇവർ കാര്യം പറയുന്നുണ്ട്. അവന്മാരങ്ങനൊക്കെ വന്ന് പറഞ്ഞെങ്കിലും ദീപക്കേട്ട അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യണം, എന്തായാലും നിർത്തിയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന്. അവന്മാര് വന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ കേട്ടപ്പോൾ ദീപക് ആദ്യം ഒന്ന് പേടിച്ചു. എന്നാലും അവൻ റിങ്ങിലിറങ്ങി മത്സരം ആരംഭിച്ചു. അവൻ നല്ലപോലെ പെർഫോം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒപ്പോണ്ട് തോക്കുന്നൊരു ഘട്ടമെത്തി. അതിന്റെ ഇടയ്ക്ക് മറ്റേ ഗ്യാങ്ങിലെ ആൾക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് പറയുകയാണ്, നീ മര്യാദയ്ക്ക് വാക്ക് ഓവർ ചെയ്ത് പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഗ്യാങ്ങിനും നല്ല ഇടി കിട്ടുമെന്ന്. അങ്ങനെ അവിടെ നിന്ന് ഇവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതോടുകൂടി ദീപക് പേടിച്ചു. അവൻ കളിയിൽ നിന്ന് ഒഴിവാവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ജോജോയും സുംഗോ ആകെ ഞെട്ടി നിൽക്കുകയായിരുന്നു. ജയിക്കേണ്ട കളിയാണ്, എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ദീപക് പേടിച്ചിട്ട് പറയുന്നുണ്ട്, വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. ഇവന്മാരെല്ലാം ഇങ്ങനെ കാണിക്കുന്ന കാരണം ആന്റണി ആകെ ദേഷ്യത്തിലായിട്ട് എവിടെ പോയി നിൽക്കുകയാണ്. കോച്ചിനെ വിളിച്ചിട്ട് കിട്ടാത്ത കാരണം ഇവന്മാരെല്ലാം വിചാരിക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പോകാമെന്ന്. അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിന്ന് പോകാൻ നേരത്ത് നടാശയെ കാണാൻ വേണ്ടിയിട്ട് ജോജോ ചെയ്യുന്നുണ്ട്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ഞാനിത് പറയട്ടെ എന്ന്. എന്നാൽ അവള് പറയുന്നു, അത് പറയണ്ടാന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, എന്നാൽ നിനക്ക് എങ്ങനെയുള്ള ബോയ് ഫ്രണ്ടിനെയാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നു. അവൾ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ഗ്യാങ്ങിലെ ദീപകിനെയാണ് ഇഷ്ടമെന്ന്. അതോടെ ജോജോ അവളോട് എന്നാ പിന്നെ ശരി, നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. പോകുന്ന വഴിക്കാകട്ടെ അങ്ങനെ ഇവരെല്ലാവരും ബാഗൊക്കെ എടുത്ത് അവിടെ നിന്നും പോകുന്ന വഴിക്ക് അവൻ ഷെറിനെ വിളിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ആരൊക്കെ തോറ്റെന്നും ജയിച്ചെന്നും ഒക്കെ ഇവനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തില് നമ്മുടെ ചെറിയ ഷിഫാസ് ജയിച്ച കാര്യം അവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് അവൻ ഓർക്കുന്നത്, ഷിഫാസ് ജയിച്ച സ്ഥിതിക്ക് അവൻ അടുത്ത റൗണ്ടിലേക്ക് കളിക്കേണ്ടതാണല്ലോ, അപ്പൊ അവനെയും കൊണ്ട് എന്തിനാ ഇവിടെ നിന്നും പോകുന്നത്. അവൻ ബാക്കി എല്ലാവരോടും പറയുന്നുണ്ട്, ഷിഫാസിനെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് മത്സരിപ്പിക്കണം, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തിരിച്ചവിടേക്ക് തന്നെ പോകാമെന്ന്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഷിഫാസ് പകരം ചോദിക്കുമെന്ന്. അങ്ങനെ ചെറിയ ഷിഫാസ് ഇവന്മാരുടെ എല്ലാം മോട്ടിവേഷൻ കാരണം വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നു. ഇത്തവണ അവന് ഗ്രാൻഡ് എൻട്രി കൊടുക്കാൻ ഇവർക്കൊരു ചമ്മലായിരുന്നു. പക്ഷെ ഇവരെക്കാളും മുന്നേ അവിടെ കൂടി നിന്ന എല്ലാവരും €100 ഒക്കെ വിളിച്ചിട്ട് അവന്റെ ഗ്രാൻഡ് എൻട്രി തന്നെ കൊടുക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ജോജോ കോച്ചിനെ തേടി പോകുന്നു. ആന്റണി ആകെ ദേഷ്യം വന്നൊരിടത്തിരിക്കുകയായിരുന്നു. ഏതൊരു കാര്യത്തിനും ഒരു റീസൺ ഉണ്ടെന്നും അവന്മാര് ദീപക്കേട്ടനെ പേടിപ്പിച്ചുകൊണ്ടല്ലേ ദീപക്കേട്ട പേടിച്ചത്, അല്ലായിരുന്നെങ്കിൽ ആൾ നന്നായിട്ട് മത്സരിക്കില്ലായിരുന്നു എന്നൊക്കെ ജോജോ പറയുന്നു. ജോജോ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ആന്റണിക്കും തോന്നുന്നു. ആ സമയത്ത് ദീപക്കിനെ പേടിപ്പിച്ചാല് ബാത്റൂമിലേക്ക് കയറി പോകുന്ന കണ്ടിട്ട് അവിടെ ഇടുന്ന ഒരു ചുടുകട്ട എടുത്തിട്ട് ദേഷ്യം വന്ന് നമ്മുടെ ആന്റണി ആകട്ടെ അവനെ പോയി ഇടിക്കുന്നുണ്ട്. ജോജോ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവന് നല്ല ഇടി കൊടുത്തിട്ടാണ് ആന്റണി അവിടെ നിന്നും തിരിച്ചിറങ്ങുന്നത്. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലാന്ന് അവർക്ക് മനസ്സിലായി. അവര് നേരെ മത്സരിച്ചുകൊണ്ടിരുന്ന ഷിഫാസിനെയും വിളിച്ചുകൊണ്ടാണ് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നത്. മെയിൻ എൻട്രി വഴി പോയി കഴിഞ്ഞാൽ അവന്മാര് നമ്മളെ പിടിക്കുന്നു പറഞ്ഞിട്ട് ഇവര് വേറൊരു വഴി പോവുകയായിരുന്നു. അതൊരു ചെറിയ കോർട്ടായിരുന്നു. എന്നാൽ അതിനുള്ളിലേക്ക് കടന്നതും ഇടി കൊണ്ട് അവന്റെ ഗ്യാങ് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവര് രണ്ട് ടീമും തമ്മിൽ വലിയൊരു ഇടി തന്നെയാണ് അവിടെ നടക്കുന്നത്. അവസാനം ഫൈറ്റ് കൂടി റോഡിലേക്ക് വരെ ഇവരിറങ്ങി. അതുവഴി വന്നൊരു കാറ് വരെ ആക്സിഡന്റ് ആകാൻ തുടങ്ങിയതോടെ പോലീസ് സംഘം അവിടേക്ക് എത്തി. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജോജോ സംഘം ഒരു വഴി ഓടുകയായിരുന്നു. അതിനിടയ്ക്ക് ജോജോ ദീപകിനോട് പറയുന്നുണ്ട്, ആ നടാശയ്ക്ക് ഇഷ്ടം ദീപക്കേട്ടനെയാണെന്ന്. ഇത് നിനക്ക് അവിടെ വെച്ച് പറഞ്ഞുവിടായിരുന്നു എന്നാണ് ദീപക് ചോദിക്കുന്നത്. അതൊന്നും പറയാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ഓടുകയാണ്. അവസാനം ലിഫ്റ്റ് ചോദിച്ച് ഓരോ വണ്ടിക്കും കൈ കാണിക്കുന്നുണ്ട്. ഒടുവിൽ ഒരു ആംബുലൻസ് വരുന്നു. ആലപ്പുഴയ്ക്കാണെന്ന് അറിഞ്ഞതും അവന്മാരല്ല അതിൽ കയറി. വണ്ടിയിലിരിക്കുമ്പോൾ ദീപക് എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ കാരണം വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, എല്ലാവരോടും സോറി പറയുന്നുവെന്ന്. അവന്മാര് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം അടിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത്. ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നുവെന്ന്. എന്തായാലും ഈ അടി നടന്നല്ലോ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ആന്റണി പറയുന്നുണ്ട്, കയ്യബദ്ധം പറ്റിയത് എനിക്കാണ്, എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യണമായിരുന്നു. ഞാനൊരു ബോക്സറാണ്. ഫൈറ്റ് ഒരിക്കലും റോഡിലല്ല നടക്കേണ്ടത്, റിങ്ങിനകത്താണ്. നാഷണൽ ലെവലിൽ കളിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി കയറി പിടിച്ച ഒരു കോച്ചിനിട്ട് ഞാൻ റെഡി കൊടുത്തിരുന്നു. അതാണ് എന്റെ കരിയറിൽ ഏറ്റവും വലിയ ഇഷ്യൂ ആയത് തന്നെ. അന്ന് ഞാൻ എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതായിരുന്നു. അതുകൊണ്ട് അടുത്ത വർഷം നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വരുമെന്ന് അവരെല്ലാവരും പറയുന്നു. എന്നാൽ ജോജോ പറയുന്നുണ്ട്, ഈ ബോക്സിംഗ് എന്നെ കൊണ്ട് കൂടില്ല എന്ന്. എന്തായാലും തൽക്കാലം ഇപ്പൊ കുറച്ച് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടില്ലേ, ഞാൻ സപ്ലൈ ഒക്കെ എഴുതി ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ഒക്കെ വാങ്ങിച്ച് പഠിക്കാൻ പോവുക. അതൊക്കെ പറഞ്ഞവർ നേരെ എത്തുന്നത് ജോജോയുടെ വീട്ടിലാണ്. ആംബുലൻസിൽ വന്ന് കണ്ടിട്ട് അവന്റെ മമ്മി ഒന്ന് പേടിച്ചു. ഞങ്ങളെല്ലാവരും തോറ്റാ വന്നിരിക്കുന്ന മമ്മി എന്ന് അവൻ പറയുന്നുണ്ട്. എന്തായാലും അവിടെ ഇരുന്ന് എല്ലാവരും ആഹാരം കഴിക്കുന്നു. അവന്റെ മമ്മി വന്ന് അവനോട് വീണ്ടും പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ 100 തവണ പറഞ്ഞതല്ലേ, എന്തിനാ വെറുതെ ഇടികൊള്ളാൻ പോയതെന്ന്. നിന്നെ കൊണ്ട് പഠിക്കാനും പറ്റില്ല, ബോക്സിംഗ് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നിനും കൊള്ളില്ല. അങ്ങനെ ഇവനെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് ബാക്കി എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഓരോരുത്തരും മത്സരിക്കാൻ പേടിച്ചു നിന്ന സമയത്തും മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്തും എല്ലാം
കൂട്ടുകാരെല്ലാം തന്നെ അവരെല്ലാം നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്ത് മത്സരിക്കാൻ പ്രേരിപ്പിച്ചത് നമ്മുടെ ജോജോയാണ്. അവൻ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവനും കുറച്ച് മോട്ടിവേഷൻ നിങ്ങൾ കൊടുത്താൽ മതി, അവൻ ലൈഫിൽ ഒരുപാട് ഉയരത്തിലെത്തും. തന്റെ കൂട്ടുകാരെല്ലാം തന്നെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത് ജോജോയ്ക്ക് തന്നെ അത്ഭുതമായിരുന്നു. തനിക്ക് ഇതായിരുന്നു വേണ്ടിയിരുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. ജോജോ ഒരു കിങ് ആയിരിക്കില്ല, എന്നാൽ കിങ്ങിനെ മേക്ക് ചെയ്യുന്ന ഒരു കിങ് മേക്കറാണ് അവനെന്നാണ് ഷിഫാസ് പറയുന്നത്. എല്ലാം കേട്ട് ജോജോ പറയുന്നുണ്ട്, അടുത്ത വർഷം ഞാൻ മത്സരിക്കാൻ ഇറങ്ങുന്നില്ല, പക്ഷെ മത്സരിക്കാൻ പോകുന്ന നിങ്ങളുടെ ടീമിന്റെ മാനേജറായിട്ട് ഞാൻ കൂടെ ഉണ്ടാകുമെന്ന്. അങ്ങനെ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാവരും വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.